അതാണ്. ഏതായാലും ഏകിയതേ കിട്ടും അറിയില്ലേ. ഓർക്ക് ഏകിയത് ഓർക്ക് കിട്ടട്ടെ, നമുക്ക് ഏകിയത് നമുക്ക് കിട്ടട്ടെ, അതിലത്രേ ഉള്ളൂ. ഓരോ അരിമലും നമ്മളെ പേര് എഴുതിയിട്ടുണ്ടാവും അറിയില്ലേ പടച്ചോന്. അതേപോലെ നമുക്ക് ഏകിയുമ്പോ നമുക്കുള്ളത് അതിനിപ്പോൾ എങ്ങനെ എന്താ പറയുക, എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് തന്നെ കിട്ടും. ആ ഒരു ഇതിൽ വിശ്വസിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. എന്തായാലും സാക്ക് അടിപൊളിയാണ്. സാക്ക് വിജയിക്കുക എന്നല്ലാതെ പുറകോട്ട് പോകില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒരു രൂപ പോലും നമ്മൾ സാക്കിൽ മേടിക്കണില്ല ഒരാളെ കയ്യിൽ നിന്ന്. പക്ഷേ പല കുടുംബത്തിനും അതൊരു അത്താണിയായിട്ടുണ്ട്. ഞാനിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, എല്ലാ കമ്പനികളും വരും, കുറച്ച് ദിവസം ഉണ്ടാവും, അത് പൊട്ടിപ്പോവും, വീണ്ടും വരും, വീണ്ടും പൊട്ടിപ്പോവും. പക്ഷെ അങ്ങനെയല്ലല്ലോ സാക്കുള്ളത്. സാക്ക് എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും വാങ്ങിയിട്ടില്ല സാക്ക് ആർട്സ്. പക്ഷേ എല്ലാവർക്കും അതൊരു കുടുങ്ങുന്ന സമയത്ത് കിട്ടുക എന്നുള്ളൊരിതിൽ കമ്മീഷനാണെങ്കിലും അല്ലാത്ത കുറേ പ്രോഗ്രാംസ് അതിൽ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിലും അങ്ങനെ കിട്ടിയിട്ട് ഓരോ കുടുംബത്തിനും അതൊരു അത്താണി തന്നെയാണ്. കുടുങ്ങുന്ന സമയത്ത് 1 രൂപയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ 1 രൂപക്ക് കുടുങ്ങി നിൽക്കുന്ന ടൈം ഉണ്ടാവും ചിലർക്ക്. ഞാനൊക്കെ അങ്ങനെ 1 രൂപക്ക് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കറിയാം 1 രൂപേൻ്റെ വില എന്താണെന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ളൊരു നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ പടച്ച റബ്ബ് എന്തായാലും താഴ്ത്തൂല, ഉയർത്തേ ഉള്ളൂ.